ഇന്ന് നടത്തിയ തെരച്ചിലിൽ ഇപ്പോൾ ലോറിയുടേത് അല്ലെങ്കിൽ ട്രക്കിൻ്റേത് എന്ന് സംശയിക്കുന്ന ഒരു ലോഹഭാഗം കണ്ടെത്തിയിരിക്കുകയാണ്. അതിൻ്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നാവികസേന അത് ഔദ്യോഗികമായി അറിയിക്കുന്നുമുണ്ട്. നിലവിലിപ്പോൾ തെരച്ചിൽ നിർത്തിവെച്ചിരിക്കുകയാണ്. അതിന് ഉച്ചയ്ക്ക് ശേഷം ഒരു ബ്രേക്കിന് ശേഷം വീണ്ടും തെരച്ചിൽ തുടരും എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരു ലോഹഭാഗമൊക്കെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് എങ്ങനെയായിരിക്കും എന്നുള്ളതൊക്കെ വരും മണിക്കൂറിൽ നമ്മൾ കണ്ടറിയണം. എന്തായാലും നാളെ തെരച്ചിലില്ല. മറ്റന്നാൾ കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടെ തെരച്ചിൽ നടത്തുക എന്നുള്ളതാണ് നിലവിൽ ആലോചിക്കുന്നത്. ഒരുപാട് തവണ ഡൈവ് ചെയ്യുന്നതും അടിത്തട്ടിലേക്ക് പോകുന്നതും അവിടെ നിന്ന് ഈ ഈശ്വർ മാൽപ്പയുടെ സംഘം തിരികെ എത്തുന്നതും അവർ കാര്യങ്ങൾ വിശദീകരിക്കുന്നതും ഒക്കെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ കണ്ടിരുന്നു. പുഴയുടെ അടിത്തട്ടിൽ വലിയ രീതിയിൽ ഉറച്ച നിലയിലാണ് ഉള്ളത്. അവിടെ മണ്ണ് നീക്കിയുള്ള പരിശോധന എന്നുള്ളതൊക്കെ വെല്ലുവിളി നിറഞ്ഞ കാര്യങ്ങളാണ്. അത് മറികടക്കാനുള്ള നീക്കങ്ങൾ ഉണ്ടാകട്ടെ. പുഴയുടെ അടിത്തട്ടിൽ വിസിബിലിറ്റി ഓക്കെയാണ് എന്നാണ് നിലവിൽ ഈശ്വർ മാൽപ്പയുടെ സംഘം പറയുന്നത്. അടിയൊഴുക്ക് കുറഞ്ഞു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അങ്ങനെ അനുകൂലമായ ഒരുപാട് ഘടകങ്ങൾ മുമ്പത്തെ കഴിഞ്ഞ ഘട്ടത്തിലെ രക്ഷാദൗത്യത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഘട്ടത്തിലുണ്ട് എന്നുള്ളത് പ്രധാനമാണ്. പക്ഷേ അപ്പോഴും ദിവസങ്ങൾ ഇത്ര പിന്നിട്ടിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള പ്രതിസന്ധികൾ വേറെയുമുണ്ട്. ഇപ്പോഴെന്തായാലും ഒരു ലോഹഭാഗം, ലോറിയുടേത് എന്ന് കരുതുന്ന ഒരു ലോഹഭാഗം കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ഒരു വീൽ ജാക്കി കണ്ടെത്തിയിരുന്നു. അത് വലിയ പ്രതീക്ഷ നൽകുന്നതുമായിരുന്നു. ആ ഏരിയകളൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള തിരച്ചിലാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഏതാണ്ട് 10ഓളം തവണ ഈശ്വർ മാൽപ്പയുടെ സംഘം ഡൈവ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. നാവികസേനയുടെ തിരച്ചിലൊരു ഭാഗത്ത് നടക്കുന്നത് നമ്മൾ കണ്ടു. അവർ കൂടുതൽ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് കണ്ടു. ഇപ്പോഴിതാ പ്രേക്ഷകർ കാണുന്ന ചിത്രം അത് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗത്തിൻ്റെതാണ്. അരുൺ പൂപ്പറമ്പ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ പൂപ്പറമ്പ, ഇത് ഈ ലോറിയുടെ പാർട്സ് തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കുക എന്നുള്ളതാണ് പ്രധാനം. അങ്ങനെയെങ്കിൽ മാത്രമേ അതിലൊരു പ്രതീക്ഷ വെക്കേണ്ടതുള്ളൂ. ലോറിയുടെ മനാഫോ മറ്റോ അവരിലേക്കൊക്കെ ഈ വിവരങ്ങൾ എന്തായാലും എത്തിക്കഴിഞ്ഞിട്ടുണ്ടാകുമല്ലോ. അവരെന്തെങ്കിലും പ്രതികരിക്കുന്നുണ്ടോ അരുൺ പൂപ്പറമ്പ? നിലവിൽ ഇപ്പോൾ മനാഫ് ഇവിടെ ഇല്ല. മനാഫിനെ ഇവിടേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥർ ഇതിനകം തന്നെ ആ വിവരം കൈമാറിയിട്ടുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ഒരു നിലവിലിപ്പോൾ ഈ തെരച്ചിലിൻ്റെ ഈ ഘട്ടം എത്തി നിൽക്കുമ്പോൾ ഒരു നിർണായകമായിട്ടുള്ള വിവരമാണ് നാവികസേന ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. അത് ഒരു ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന പ്രോബബ്ലി അത് ട്രക്ക് എന്നാണ് അവർ അതിൽ പങ്കുവെക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ട്രക്കിൻ്റേതെന്ന് സംശയിക്കുന്ന ഒരു ലോഹഭാഗമാണ് നിലവിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. അവർ നമുക്ക് ഇപ്പോൾ നമ്മളത് മനസ്സിലാക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നിലവിൽ നേവിയുടെ ഒരു സംഘം അവിടെ തുടരുന്നുണ്ട്. അവരുടെ ഒരു ബോട്ട് മാത്രമേ നിലവിൽ കരയിലേക്ക് അടുപ്പിച്ചിട്ടുള്ളൂ. ഒരു സംഘം നിലവിൽ ഇപ്പോഴും ആ മേഖലയിൽ തുടരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 മണിക്കൂറോളമായി അവർ തെരച്ചിൽ നടത്തിയത് ഇന്നലെ വീൽ ജാക്ക് കണ്ടെത്തിയിട്ടുള്ള ആ മേഖലയിലാണ്. അതായത് കരയോട് ചേർന്ന് നേരത്തെ ഈ ചായക്കടയൊക്കെ ഉണ്ടായി അതുൾപ്പെടെ ഈ മണ്ണുൾപ്പെടെ ഈ പുഴയിലേക്ക് പതിച്ചു എന്ന് പറയുന്ന ആ ഒരു സ്പോട്ടിലാണ് അവർ കഴിഞ്ഞ 2 മണിക്കൂറോളമായി നാവികസേനയുടെ 2 മുങ്ങൽ വിദഗ്ധർ വളരെ വിശദമായിട്ടുള്ള പരിശോധന നടത്തിയത്. അതിനുശേഷം ഈശ്വർ മാൽപ്പയും ഈ ഭാഗത്ത് തന്നെ കുറേ സമയം ഏറെ നേരം എടുത്തുകൊണ്ടുള്ള തെരച്ചിൽ നടത്തിയിരുന്നു. ആ തെരച്ചിലാകാം ഒരുപക്ഷെ നിലവിൽ ഇപ്പോൾ ഈ ലോഹഭാഗം കണ്ടെത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പക്ഷെ അത് നാവികസേന സ്ഥിരീകരിക്കേണ്ടതുണ്ട്. രാവിലെ നടത്തിയിട്ടുള്ള തെരച്ചിലുകൾ, അതായത് വിവിധ സ്പോട്ടുകളായിട്ട് നടത്തിയ തെരച്ചിലിൽ എന്തെങ്കിലും ആ ലോഹഭാഗം അത്തരത്തിൽ കണ്ടെത്തിയതായിട്ടുള്ള വിവരം നാവികസേന രാവിലെ പങ്കുവച്ചിരുന്നില്ല. ഒരുപക്ഷെ ഈ ഉച്ചയോടടുക്കുന്ന സമയത്ത് അവർ നടത്തിയ ഇപ്പോൾ നിലവിൽ ഈ പാതിദിനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നടത്തിയ തെരച്ചിലാകാം, പുഴയുടെ അടിത്തട്ടിലുള്ള തെരച്ചിലാകാം ഈ ലോഹഭാഗം കണ്ടെത്തിയതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മനാഫ് ഉൾപ്പെടെയുള്ളവർക്ക് അത് സ്ഥിരീകരിക്കാൻ കഴിയും. അവർക്ക് സ്വാഭാവികമായും ആ ട്രക്കിൻ്റേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടത് അവർ തന്നെയാണ്. അവർക്കായിരിക്കും അതിന് കൂടുതൽ അത് കണ്ടാൽ കുറച്ചുകൂടി മനസ്സിലാവുക. എന്തായാലും നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് നേവിയുടെ ഒരു സംഘം അവിടെ തുടരുന്നുണ്ട്. അവർ എന്തായാലും നിലവിൽ ഇപ്പോൾ കരയിലേക്ക് പോയിട്ടില്ല. ഇപ്പോൾ ഹാഫ് ബ്രേക്ക് എന്നൊക്കെ ഇവിടുത്തെ പറയുന്നുണ്ടെങ്കിൽ പോലും നേവിയുടെ ഒരു സംഘം അവിടെ നിലയുറപ്പിച്ചു നിൽക്കുന്നുണ്ട്. അങ്ങനെ എന്തെങ്കിലും അത് സ്ഥിരീകരിക്കുന്നതിൻ്റെ ഭാഗമോ അല്ലെങ്കിൽ ഇത് കണ്ടെത്തിയതിനെ തുടർന്നാണോ അവർ കരയിലേക്ക് മടങ്ങാതെ അവിടെ തുടരുന്നതെന്ന കാര്യത്തിലും നിലവിൽ വ്യക്തതയില്ല. അല്പസമയത്തിനകം മനാഫ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേരും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നാവികസേന തന്നെ ഇത് ഔദ്യോഗികമായി അറിയിക്കുകയാണ്. ഇത് ആ ട്രക്കിൻ്റേതാകാനുള്ള സാധ്യതയുണ്ട് എന്നത് അവർ സംശയിക്കുകയാണ്. സ്വാഭാവികമായും അത് നിലവിലിപ്പോൾ റീജിത്ത് സൂചിപ്പിച്ചതുപോലെ ഒരു പ്രതിസന്ധി ഈ തെരച്ചിലിലും ഈ ദൗത്യത്തിലും ഒരു പ്രതിസന്ധി നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവരം നാവികസേന ഔദ്യോഗികമായി പങ്കുവെക്കുന്നത്. അതായത് പുഴയുടെ അടിത്തട്ടിലുള്ള തെരച്ചിലിനെ ഡ്രഡ്ജിങ് യന്ത്രം എത്തിക്കാതെ അത് സാധ്യമാവില്ല, അല്ലെങ്കിൽ വലിയ മണ്ണും കല്ലും
ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം അതാണ്. ട്രക്കിൻ്റെതെന്ന് കരുതുന്ന ചില ലോഹഭാഗങ്ങൾ അവിടെ കണ്ടെത്തി എന്നുള്ളതാണ്. നാവികസേന ഏതാണ്ട് ഉച്ചയോടുകൂടി നടത്തിയ തെരച്ചിലാണ് ഇത് കണ്ടെത്തിയത്. ഇത് ഈ അർജുൻ ഓടിച്ച ട്രക്കിൻ്റെതാണോ എന്നത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് അല്പസമയത്തിനകം ലോറി ഉടമ മനാഫിനെ അവിടേക്ക് എത്തിക്കേണ്ടതുണ്ട്. മനാഫ് രാവിലെ അവിടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവരണം. അദ്ദേഹം കണ്ടാണ് ഇനി അത് വിലയിരുത്തേണ്ടത്. അപ്പോൾ ട്രക്കിൻ്റേതാണ് എന്നൊരു പ്രാഥമിക വിലയിരുത്തൽ മാത്രമേ ഉള്ളൂ. ഇക്കാര്യം നാവികസേന അതിൻ്റെ കൺട്രോൾ യൂണിറ്റ്, അതായത് അതിനെ കരയിൽ നിയന്ത്രിക്കുന്ന യൂണിറ്റിനെ അറിയിച്ചിട്ടുണ്ട്. വെള്ളത്തിൽ നിന്ന് ഇത്തരം ചില വസ്തുക്കൾ കിട്ടിയ കാര്യം അത് ഔദ്യോഗികമായി തന്നെ അറിയിച്ചു. പക്ഷെ അത് ഏതെങ്കിലും വാഹനത്തിൻ്റെതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് നമുക്ക് ഉറപ്പിക്കാറായിട്ടില്ല. ചില ലോഹഭാഗങ്ങളുണ്ട്. അപ്പോൾ ഇന്നലെ 3 പ്രദേശത്തു കൂടി സിഗ്നൽ ലഭിച്ചിരുന്നു. അതിൽ ഈ പറയുന്ന ലോഹ സാന്നിധ്യമുണ്ടെന്ന് കരുതുന്ന 3 പ്രദേശത്തു കൂടി ഇന്നലെ സോണാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചിരുന്നു. അതിലൊരു ഭാഗത്തു നിന്നായിരിക്കാം ഈ തകിട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന ചില ഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നതെന്ന് വേണം കരുതാൻ. ഇത് ഇന്നലെ ഈ ലോറിയുടെ വീൽ ജാക്ക് കണ്ടെത്തിയതിൻ്റെ അടുത്ത ആ പ്രദേശത്ത് തന്നെയാണ്, ആ പുഴയുടെ ഭാഗത്ത് തന്നെയാണ് ഇപ്പോൾ ഈ ലോഹ ഭാഗങ്ങളും കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഓർക്കണം, നേരത്തെ ഒരു ടാങ്കർ ലോറി അവിടെ പെട്ടതാണ്. അതിനെപ്പറ്റിയും അതിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കിട്ടി, ബാക്കി അത് ഇപ്പോഴും കാണാനുണ്ട്. അപ്പോൾ അത് ഏതാണ് എന്നറിയില്ല. ഇന്ന് രാവിലെ ഒരു ലോഹവസ്തു കിട്ടിയത് അത് അർജുൻ ഓടിച്ച ട്രക്കിൻ്റേതല്ല എന്ന് ഉറപ്പിച്ചിരുന്നു. അപ്പോൾ മറ്റു വാഹനങ്ങളുടെ ലോഹഭാഗങ്ങളും അവിടെ ഉണ്ട്. അതുകൊണ്ട് അതിലേതെങ്കിലും ആയിക്കൂടായുകയുമില്ല. എന്തായാലും നമുക്കൊരു നിഗമനത്തിലെത്താൻ കഴിയുന്നില്ല. ഇനി ലോറി ഉടമ മനാഫിന് ഒരു പക്ഷേ ഇത് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെ കാര്യമായ ഒരു പുരോഗതിയും അവിടെ തെരച്ചിൽ ഉണ്ടായിരുന്നില്ല. അതിനിടെയാണ് നാവികസേനയ്ക്ക് ഇത്രയും വസ്തുക്കൾ അവിടെ നിന്ന് കിട്ടിയത്. നാവികസേന ഇപ്പോഴും ആ മേഖലയിൽ തുടരുകയാണ്. അരുൺ പൂപ്പറമ്പ അവിടെ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും ഒടുവിലായി നടക്കുന്ന ഒരു നീക്കം ഇതാണ്. അവിടേക്ക് ലോറി ഉടമ മനാഫിനെ എത്തിക്കുക. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ലോഹഭാഗങ്ങൾ അർജുൻ്റെ ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരുത്തുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ആ മേഖലയിലേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തുക, ആ പോയിന്റിലേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തുക. നമ്മൾ പുതുതായി ഉപയോഗിക്കാൻ പോകുന്ന സംവിധാനങ്ങൾ, അതായത് നിലവിൽ രൂപപ്പെട്ടിരിക്കുന്ന പ്രതിസന്ധിയെ മറികടക്കാൻ നമ്മൾ എത്തിക്കാൻ പോകുന്ന ഡ്രഡ്ജർ അടക്കമുള്ള അതെത്തിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെത്തിക്കുന്ന ഘട്ടത്തിൽ ആ പോയിന്റിലേക്ക് കൂടുതൽ സംവിധാനങ്ങളെ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തുക എന്നുള്ളതായിരിക്കും ഇനി ദൗത്യസംഘം ആലോചിക്കുക. എന്തായാലും അക്കാര്യത്തിൽ ഇത് ഈ ട്രക്കിൻ്റെ പാർട്സ് ആണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരട്ടെ. അത് അല്പസമയത്തിനകം തന്നെ വരും എന്ന് നമുക്ക് ഉറപ്പായും പറയാം. കാരണം ഇപ്പോൾ തന്നെ നാവികസേന അവരുടെ കൺട്രോൾ യൂണിറ്റിനെ ഇങ്ങനെയൊരു ലോഹഭാഗം കിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. മനാഫിനെ ബന്ധപ്പെടാനുള്ള നീക്കങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് അർജുൻ്റെ ലോറിയുടെ ഭാഗമാണോ എന്നുള്ള കാര്യത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് കാര്യങ്ങളെത്തും. അതിനുശേഷം തുടർ നീക്കങ്ങൾ ദൗത്യസംഘത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. ഇത് മനാഫിൻ്റെ പ്രതികരണം എന്തായാലും വളരെ പ്രധാനപ്പെട്ടതാണ്. മനാഫിനെ ടെലിഫോണിൽ ബന്ധപ്പെടാൻ കഴിയുമോ എന്നുള്ള കാര്യം ഞങ്ങളും പരിശോധിക്കുന്നുണ്ട്. അത് ലഭ്യമാകുകയാണെങ്കിൽ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് മനാഫിൻ്റെ പ്രതികരണവും എത്തിക്കാം. എന്തായാലും ഒരു അനിശ്ചിതത്വം രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള നിലയിൽ നിന്ന് ഇപ്പോൾ അല്പം കൂടി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരിക്കുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ശിരൂരിലെ തെരച്ചിലിൽ നിന്ന് പുറത്തു വരുന്നത്. ഈശ്വർ മാൽപ്പയുടെ സംഘം നടത്തിയ തിരച്ചിൽ, നേവി സംഘം നടത്തിയ തിരച്ചിൽ, അതിൻ്റെയൊക്കെ ഇപ്പോൾ ഏതാണ്ട് 6 മണിക്കൂർ പിന്നിടുമ്പോൾ ഇപ്പോൾ ലോറിയുടേത് എന്ന് കരുതുന്ന ഒരു ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോൾ അതിൻ്റെ ഏറ്റവും ഒടുവിലായുള്ള വിവരങ്ങൾ എത്തുന്നത്. അർജുൻ്റെ കുടുംബം എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത് എന്നുള്ളതും നമുക്ക് അറിയേണ്ടതുണ്ട്. നേരത്തെ അർജുൻ്റെ ബന്ധു ജിതിൻ പ്രതികരിക്കുന്നത് നമ്മൾ കണ്ടിരുന്നു. അത് രക്ഷാദൗത്യത്തിൽ വലിയൊരു അനിശ്ചിതത്വം രൂപപ്പെട്ട് നിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു. നാളെ തിരച്ചിലില്ല എന്ന് ദൗത്യസംഘം അറിയിച്ചിട്ടുണ്ട്. മറ്റന്നാളാണ് കൂടുതൽ സംവിധാനങ്ങൾ എത്തിച്ചുകൊണ്ട് അവിടേക്ക് ഇനി കൂടുതൽ സാധ്യമായ സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അവിടേക്ക് തെരച്ചിൽ നടക്കാൻ പോകുന്നത്. പുഴയുടെ അടിത്തട്ടിൽ വിസിബിലിറ്റി ഓക്കെയാണെന്ന് ഈശ്വർ മാൽപ്പെ പറയുന്നുണ്ട്. അടിയൊഴുക്ക് കാര്യമായി കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ അത് 6.7 നോട്ട്സിലൊക്കെ നിൽക്കുന്ന ഘട്ടം നമ്മൾ കണ്ടിരുന്നു. അത് അതിശക്തമായ മഴ തുടരുന്ന ഘട്ടമായിരുന്നു. പിന്നീട് ഇത്രയും ദിവസങ്ങൾ മാറിയപ്പോൾ പുഴയുടെ അടിയൊഴുക്ക് 3 നോട്ട്സിൽ താഴേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ആ വലിയ വെല്ലുവിളികൾ ആ ഏരിയയുമായി ബന്ധപ്പെട്ടില്ല. പുഴയുടെ അടിത്തട്ടിലാണെങ്കിൽ വിസിബിലിറ്റി ഉണ്ട്, കാര്യങ്ങൾ വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഈശ്വർ മാൽപ്പയുടെ സംഘം പറയുന്നുണ്ട്. അതും പോസിറ്റീവായ കാര്യം തന്നെയാണ്. പക്ഷേ അപ്പോഴും വെല്ലുവിളിയായി നിൽക്കുന്നത് ഇന്നത്തെ ദിനത്തിലെയും ഇന്നലത്തെയും തെരച്ചിലിനെ നമ്മൾ നോക്കുമ്പോൾ അതിലേറ്റവും വെല്ലുവിളിയായി നിൽക്കുന്നത് പുഴയുടെ അടിത്തട്ടിൽ മണ്ണ് ഉറച്ചു നിൽക്കുന്ന നിലയുണ്ട്. ഈശ്വർ മാൽപ്പെ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, കമ്പിയടക്കം ഉപയോഗിച്ചുകൊണ്ട് അത് കുത്തി നോക്കുന്ന നിലയുണ്ടായിരുന്നു. പക്ഷേ വളരെ കാഠിന്യമുള്ള ഒരു ഏരിയയാണത്. അതിന് അടിയിലാണോ ഈ ലോറിയുടെ ഭാഗങ്ങൾ ഉള്ളത്, അല്ലെങ്കിൽ നമുക്ക് കണ്ടെത്താനുള്ള കാര്യങ്ങൾ ഉള്ളത് എന്നുള്ളതെങ്കിൽ ആ പരിശോധന തികച്ചും വെല്ലുവിളി നിറഞ്ഞിട്ടുള്ളത് തന്നെയാണ്.
അതുകൊണ്ടാണ് ഇപ്പോൾ ഡ്രഡ്ജർ എത്തിക്കുക എന്നുള്ള കാര്യം ആലോചിക്കുന്നത്. അതിന് ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കുക, കടൽമാർഗം എത്തിക്കുക എന്നുള്ള സാധ്യതയാണ് നിലവിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനിടെ തൃശ്ശൂരിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാനുള്ള നീക്കത്തിൽ കേരളം സഹകരിച്ചില്ല, അല്ലെങ്കിൽ കാർഷിക സർവകലാശാല സഹകരിച്ചില്ല എന്നുള്ള വിമർശനമൊക്കെ അവിടെ നിന്ന് ഉയർന്നു വരുന്നത് കേട്ടു. പക്ഷേ നിലവിലെ ഈ സാഹചര്യത്തിൽ നമ്മുടെ ആ സംവിധാനം, ഡ്രഡ്ജർ സംവിധാനം ആ തെരച്ചിലിന് അനുയോജ്യമല്ല എന്നുള്ളതാണ് കാർഷിക സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചിരിക്കുന്നത്. അവിടേക്ക് എത്തിക്കുന്നതിനുള്ള വെല്ലുവിളികൾ വേറെയുമുണ്ട്. എന്തായാലും ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിലാണ് അത്തരത്തിലുള്ള കൂടിയാലോചനകളൊക്കെ നടക്കുന്നത്. നാളെ ഒരു ദിവസം നമുക്ക് മുമ്പിലുണ്ട്. മറ്റന്നാളത്തേക്ക് ഈ സംവിധാനങ്ങൾ കൂടുതലായി എത്തിക്കുക. ഇപ്പോൾ നമുക്കൊരു ലോഹഭാഗം കിട്ടിയ പോയിന്റ് ഉണ്ട്. ഇന്നലെ വീൽ ജാക്കി കണ്ടെത്തിയ പോയിന്റ് ഉണ്ട്. അതൊക്കെ ഏതാണ്ട് അടുത്ത് തന്നെയാണ്. ആ പോയിന്റിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണോ? എണ്ണപ്പാട കണ്ടെത്തിയ പോയിന്റ്, അതൊക്കെ അടുത്തുള്ള പോയിന്റുകൾ തന്നെയാണ്. ആ പോയിന്റുകൾ കേന്ദ്രീകരിച്ച് ആഴത്തിലുള്ള തെരച്ചിൽ, കൂടുതൽ സാധ്യമായ സംവിധാനങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള തെരച്ചിൽ, അതൊക്കെയാണ് ഇനി നടത്താൻ പോകുന്നത്. അർജുൻ്റെ കുടുംബം യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നുണ്ട്. പക്ഷേ അപ്പോഴും എന്തെങ്കിലും കിട്ടും ഈ തെരച്ചിലിൽ എന്നുള്ള പ്രതീക്ഷ അവർ വയ്ക്കുന്നുണ്ട്. നാവിക സേനയുടെ ദൗത്യ സംഘത്തിൽ വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. ഈശ്വർ മാൽപ്പയുടെ സംഘത്തിൽ വലിയ പ്രതീക്ഷ അവർ വെച്ച് പുലർത്തുന്നുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു അനിശ്ചിതത്വം രൂപപ്പെട്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ സ്വാഭാവികമായുള്ള ആശങ്ക അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ മണിക്കൂറിൽ നമ്മൾ ഏറ്റവും കാത്തിരിക്കുന്നത് മനാഫിൻ്റെയൊക്കെ പ്രതികരണത്തിനാണ്. ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്ന ലോഹഭാഗം അത് അർജുൻ്റെ ലോറിയുടെ ഭാഗമാണോ എന്നുള്ളത് അറിയുക എന്നതാണ് പ്രധാനം. അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്.